താരീഖാണ്. പേർഷ്യക്കാരനാണ് മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു. നമ്മൾ മദ്രസയിലൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട്, മുത്തുനബി ജനിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന അഗ്നികുണ്ഡം കെട്ടുപോയി. പേർഷ്യക്കാർ തീ ആരാധകരാണ്. വലിയൊരു കുഴി, ആ കുഴിയിൽ നിറയെ തീയിട്ടിട്ട് അതിനെ ആരാധിക്കും. അങ്ങനെയുള്ള കൂട്ടനാണ് പേർഷ്യക്കാർ. അവിടെയാണ് സൽമാൻ ജനിക്കുന്നത്. അതുകൊണ്ടാണ് സൽമാനുൽ ഫാരിസി എന്ന് പേര് ലഭിക്കുന്നത്. രാജകുടുംബാംഗമായിരുന്നു സൽമാനുൽ ഫാരിസി. അദ്ദേഹം ഒരിക്കൽ അക്കാലത്ത് ജീവിച്ചിരുന്ന കുറച്ച് മുസ്ലിങ്ങളെ കണ്ട് പരിചയപ്പെട്ടു. ഇസ്ലാമിൽ ആകൃഷ്ടനായി. അതറിഞ്ഞ രാജാവ് ജയിലിലടച്ചു. ജയിൽ മോചിതനായ അദ്ദേഹം നാടുകടത്തപ്പെട്ടു. അങ്ങനെ മൗസിൽ എന്ന പേരായ ഒരു പ്രദേശത്തെത്തി. പഴയകാലത്തെ കുറെ പണ്ഡിതന്മാരുടെ കൂടെ താമസിച്ചു. ഒരു വലിയ പണ്ഡിതന് ഖിദ്മത്തെടുത്തു. അദ്ദേഹം മരണപ്പെടുമ്പോൾ ഞാനിനി എങ്ങോട്ടാ പോകേണ്ടതെന്ന് ചോദിച്ചു. മറ്റൊരു പുരോഹിതനെ പറഞ്ഞു കൊടുത്തു. അങ്ങോട്ട് പോയി. അയാളും മരിച്ചു. മൂന്നാമത്തെ ഒരു പുരോഹിതനെ പറഞ്ഞു കൊടുത്തു. അങ്ങോട്ട് പോയി. അയാളും മരണപ്പെട്ടു. ഇനി എങ്ങോട്ടാ പോകേണ്ടതെന്ന് ചോദിച്ചപ്പോ അവസാന പ്രവാചകൻ മക്കയിൽ വരാൻ സമയമായിട്ടുണ്ടെന്ന് പറഞ്ഞു. മക്കയിലേക്കുള്ള യാത്രാമധ്യേ സൽമാനെ ഒരു കൊള്ളസംഘം തട്ടിക്കൊണ്ടുപോയി അങ്ങാടിയിൽ അടിമയായി വിറ്റു. ജൂതനായ ഒരാളാണ് സൽമാനെ വാങ്ങിയത്. അങ്ങനെ കൈമാറി അടിമയായ സൽമാൻ മദീനയിൽ എത്തിച്ചേർന്ന സമയത്ത് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നു എന്ന വിവരമറിഞ്ഞ സൽമാൻ നബി തങ്ങളെ ചെന്ന് കാണുകയും പൂർവകാല വേദങ്ങളിൽ നിന്ന് പഠിച്ച വിവരങ്ങൾ വെച്ച് പരിശോധിച്ചു നോക്കിയപ്പോ ഇത് നബിയാണെന്ന് മനസ്സിലായതിനാൽ വിശ്വസിക്കുകയും ചെയ്തപ്പോ യജമാനന് ദേഷ്യമായി. രാത്രി പോലും ജോലിയായി, ഭക്ഷണം കൊടുക്കാതെയായി. വല്ലാതെ അടങ്ങാറായപ്പോ ഒരു ദിവസം സൽമാൻ നബിയോട് വന്നിട്ട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്നാണ് കഥയുടെ ക്ലൈമാക്സ് ആരംഭിക്കുന്നത്. നബി തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, പുന്നാര നബിയെ, ഞാൻ ആകെ അടങ്ങാറായിട്ടുണ്ട്. എനിക്കൊന്ന് അടിമത്വമോചനത്തിന് എന്തെങ്കിലും ചെയ്തു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഏതാനും സ്വഹാബികളും കൂടി സൽമാന്റെ യജമാനനോട് സൽമാനെ വിൽക്കണോന്ന് ചോദിക്കാൻ വേണ്ടി പോയി. യജമാനന്റെ അടുത്ത് എന്നിട്ട് സൽമാനെ വിൽക്കണോന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, വിൽക്കൊക്കെ ചെയ്യാ, പക്ഷെ വില ലേശം കൂടും എന്ന് പറഞ്ഞു. എന്താ വില എന്ന് ചോദിച്ചു. മരുഭൂമി പോലത്തെ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ മരുഭൂമിയില് 300 ഈത്തപ്പനത്തൈകൾ നട്ടുപിടിപ്പിക്കണം. അതിന് വെള്ളം നൽകി, അതിന് വളം നൽകി, അതിനെ പരിപാലിച്ച് വലുതാക്കിയിട്ട് 300 ഈത്തപ്പന മരങ്ങളിൽ നിന്ന് ഈത്തപ്പഴം പറിച്ചു തന്നാൽ സൽമാൻ മോചിതനാണ് എന്ന് പറഞ്ഞു. ഒരു നിലക്കും അടുത്ത കാലത്തൊന്നും നടക്കൂല എന്ന് ഉറപ്പാണ്. പക്ഷെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഗ്രിമെന്റ് എഴുതി പള്ളിയിൽ വന്ന് പ്രസംഗിച്ചു. സൽമാന്റെ മോചനത്തിന് വേണ്ടി എല്ലാവരും ഈത്തപ്പന മരങ്ങൾ സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞു. ഓരോരുത്തരും സംഭാവന ചെയ്തു. സൽമാനോട് പറഞ്ഞു 300 കൊയ്യെത്താൻ പറഞ്ഞു. സൽമാൻ റളിയല്ലാഹു അൻഹു 300 കൊയ്യെത്തി. നബി തങ്ങൾ ഈത്തപ്പന മരവുമായി ചെന്നു. ബിസ്മിയല്ലി ഓരോന്നും കുഴിച്ചിട്ടു. വെള്ളം നനക്കാൻ പറഞ്ഞു. വേഗത്തിൽ വളർന്നു വന്നു. 299 ഈത്തപ്പന മരങ്ങളിൽ നിന്ന് ഈത്തപ്പഴം പറിച്ചു വേഗത്തിൽ. പക്ഷേ ഒന്ന് മാത്രം കായ്ക്കാതിരുന്നപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രംഗത്ത് വന്ന് പറഞ്ഞു, നബിയെ, എനിക്കൊരു കാര്യം പറയാണ്ട് പറഞ്ഞു. 299 കായ്ച്ചു, ഒന്ന് മാത്രം കായ്ച്ചില്ല. ഉമർ റളിയല്ലാഹു അൻഹു അപ്പൊ പറഞ്ഞു, എനിക്കൊരു വിഷയം പറയാണ്ട് പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു. ഇങ്ങളിങ്ങനെ ഒരു തലക്കെന്ന് ഇങ്ങനെ ഈത്തപ്പന മരം ഇങ്ങനെ കുഴിച്ചിട്ട് വരുമ്പോ ഒന്ന് സ്പീഡ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ആ ഒരു മരം ഞാൻ കുഴിച്ചിട്ടതായിരുന്നു നബിയേ എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേഗം ചെന്നിട്ട് ആ ഈത്തപ്പന മരം പറിച്ചിട്ട് ബിസ്മി ചൊല്ലി ആയിക്കന്നാണ് കുഴിച്ചിട്ടിട്ട് ലേശം വെള്ളം നനക്കാൻ പറഞ്ഞു. കുറഞ്ഞ കാലം കൊണ്ട് 300ാമത്തെ ഈത്തപ്പന മരവും കായ്ച്ച് അതിൽ നിന്ന് ഈത്തപ്പഴം പറിച്ചു കൊടുത്ത് സ്വതന്ത്രനായി സയ്യിദുനാ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു 200 വയസ്സുവരെ മഹാനവർകൾ ജീവിച്ചിട്ടുണ്ടെന്നാണ്. 2 അടിമകളാണ് ഇസ്ലാമിക ലോകത്ത് വിപ്ലവം തീർത്തത്. ഒന്നൊരു വെളുത്ത അടിമയും ഒന്നൊരു കറുത്ത അടിമയുമായിരുന്നു. വെറുത്ത അടിമ സയ്യിദുനാ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആണ്.
കറുത്ത അടിമ സയ്യിദുനാ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. അല്ലാഹു അവരുടെ കൂടെ നമ്മളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ.